ക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ വേദരഹസ്യത്തെക്കുറിച്ചും നമ്മൾ അറിയണം. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ദേവൻ മൈനറാകുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഗർഭഗൃഹത്തിലാണ് ദേവൻ ഇരിക്കുന്നത്. ആ ശ്രീകോവിലിൽ ഗർഭഗൃഹത്തിലിരിക്കുന്ന ദേവൻ സാക്ഷാൽ മഹാദേവനായാൽ പോലും എന്താണ്, അത് മൈനറാണ്. കാരണം ഇരിക്കുന്നത് എവിടെയാണ്? ഗർഭഗൃഹത്തിലാണ്. എന്താണ് ദേവസങ്കല്പങ്ങൾ ഗർഭഗൃഹത്തിലിരിക്കുന്നത്? ശ്രദ്ധിച്ച് കേട്ടാലാണ് മനസ്സിലാകുകയുള്ളൂ. ഋതുസംക്രമ പൂജകളാടുന്ന ഗർഭഗൃഹങ്ങളോട് കൂടിയിട്ടുള്ള ശ്രീകോവിലുകൾക്കുള്ളിൽ ആ ദേവതാഭാവത്തെ ഗർഭത്തിൽ ധരിക്കുന്നത് ആരാണ്? ഋതുക്കളാണ്. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്ന 6 ഋതുഭാവങ്ങളാണ് ആ ശ്രീകോവിലുകൾക്കുള്ളിൽ ഗർഭത്തിൽ ധരിക്കുന്നത്. അത് ഏത് ഭാവത്തിലാണ്? ആ ദ്രവ്യമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ആ വിഗ്രഹത്തിൻ്റെ ഭാവത്തിലാണ്. 6 ഋതുക്കളെയും ജനിപ്പിക്കുന്നത് എന്താണ്? ഈ ത്രിഗുണ വൈഭവമാണ്. ആ ത്രിഗുണ വൈഭവം എന്താണ്? അത് ത്രിമൂർത്തി വൈഭവമാണ്. ആ ത്രിഗുണ വൈഭവത്താൽ നിന്നിട്ടാണ് 6 ഋതുക്കൾ ജനിക്കുന്നത്. 6 ഋതുക്കൾ ഗർഭത്തിൽ ധരിക്കുന്ന ഇടങ്ങളാണ് ശ്രീകോവിലുകൾ. അതാണ് ശ്രീകോവിലുകൾ ഗർഭഗൃഹങ്ങളാണ് എന്ന് പറയുന്നത്. ആ പ്രതിഷ്ഠയുടെ ദേവതാഭാവത്തിനനുസരിച്ചിട്ടാണ് ഋതുക്കൾ ഗർഭം ധരിക്കുന്നത്. ആ ക്ഷേത്രഗാത്രത്തിലാണ് ഋതുസംക്രമ പൂജകളാൽ, ത്രികാല പൂജകളാൽ ത്രിഗുണത്തെ അവിടെ നിലനിർത്തി 6 ഋതുക്കളെ ജനിപ്പിക്കുന്നത്. ഒരു ദിവസം തന്നെ 6 ഋതുഭാവങ്ങൾ മിന്നിമറയുന്നു എന്ന് അറിഞ്ഞാലും അത് 6 ദിവഭാവങ്ങൾക്ക് കാരണമാക്കുന്ന ദൈവഭാവങ്ങളാണ് എന്ന് അറിഞ്ഞാൽ, അപ്പോൾ എന്തുകൊണ്ടാണ് ദേവൻ മൈനറായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ശ്രീകോവിലിന് ഗർഭഗൃഹങ്ങൾ എന്ന് പറയുന്നതെന്ന് മനസ്സിലായില്ലേ? ഇത് വലിയ സയൻസാണ്. ആ സയൻസിൻ്റെ തലത്തിലേക്ക് വരാം പ്രണവവേദത്തിലൂടെ.